ആദ്യത്തെ സന്തോഷം അർജുനില്ല കേട്ടോ ഇപ്പൊ. അഡ്മിന് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല ഇപ്പൊ. അഡ്മിൻ നേരത്തെ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാരും മറ്റേ ഒരുമാതിരി വന്നിട്ട് ഓ അറ്റ്ലീസ്റ്റ് വണ്ടി ഉണ്ട് കൊള്ളാന്ന് പോലും പറഞ്ഞു. വന്നപ്പോഴേ എല്ലാരും അങ്ങ് തുപ്പോ ഒരുമാതിരി രീതിയില്. ബാക്കിയുള്ളവരുടെ വണ്ടി ഇനി സിറ്റിയിൽ ഒരുത്തവരന്മാരുടെ വണ്ടിയൊക്കെ ലോഞ്ച് ചെയ്യട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നിന്നെ വിളിച്ച നീ വിളിച്ച ഹൈപ്പ് എന്തായിരുന്നു? മറ്റേ ഓഡിയോ സിനിമ ഇറങ്ങുന്ന ഹൈപ്പ് പേരിലാക്കി തന്നെ. നമ്പർ പ്ലേറ്റ് എന്താ വേണ്ടേ? നമ്പർ പ്ലേറ്റ് ഇല്ല വണ്ടിക്ക്. അല്ല നമുക്ക് പേരിലിടുമ്പോ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് അന്തേരി കിങ്. അത്ര വലിയ നമ്പർ പ്ലേറ്റ് നിന്റെ അച്ഛനല്ലേ ഇവിടെ മറ്റേ ഇത് അടിക്കുന്നത്, ഫ്ലൈറ്റ് അടിക്കുന്നത്. അന്തേരി വേണ്ട. അണ്ടി കിങ് കിട്ടോ? കണ്ണാപ്പി നിട്ടാ. കണ്ണാപ്പി കണ്ണാപ്പി മറ്റേരുണ്ട്. കണ്ണൻ നിടണ്ട. അല്ല ഞാൻ കാര്യം പറഞ്ഞ, അല്ല ഞാൻ പറഞ്ഞ, ഈ പൊടിയിറങ്ങിയ സമയത്ത് നല്ല പ്രമോഷൻ ആയിരുന്നു ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ അത്ര തള്ളിക്കേറി എടാ കൊള്ളാം. പക്ഷെ എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത്? ഇത് ഷോറൂമിൽ നിന്ന് ജസ്റ്റ് ഇറക്കാനുള്ള സാധനമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് 3 ബസ് വണ്ടി വിസിബിൾ ആയാലും ഞങ്ങള് നടന്നു വരുമായിരുന്നു. എന്തിനാണ് ഈ 3 ബസ്സൊക്കെ? ആ ബസ് തന്നെ കഴിവില്ലായിരുന്നു കേട്ടാ. വണ്ടി കണ്ടപ്പോ തന്നെ ഒത്തിരി എഫൈറ്റ് അടിച്ച്. കിട്ടിയാ സാറ്? വണ്ടി കണ്ടായിരുന്ന ഒടിയന്റെ ഹൈപ്പായിരുന്നു കണ്ണാപ്പി. സംഭവം പറഞ്ഞുതരാം സാറൊക്കെ. അതായത് സിറ്റി മൊത്തം വിളിച്ച്, സിറ്റി മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സിനെ, എല്ലാ ഗാങ്സിനെ റേഡിയോയിലൊക്കെ കയറി അത്ര എഫർട്ട് ഇട്ടാണ് വിളിച്ചത്. സിറ്റിസനെ ആലോചിച്ചോക്കണം എളിയ 3 ബസ് നിറയെ ആൾക്കാര്. അത് കൂടാതെ ബാക്കിൽ നിന്ന് കുറെ കാറും പരിവാരങ്ങളും എന്റെ ഇതിലുണ്ട്. കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വണ്ടി ഇറക്കിയ ആള്. നമ്മളപ്പോ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്യില്ലേ? മനസ്സിലായി. വണ്ടി എവിടെ? കാർത്തികേയൻ ബ്രോ താങ്ക് യു സോ മച്ച് 100 rupees സൂപ്പർ ചാറ്റ്. ഇത് വല്ല ഉണ്ടായിരുന്ന വണ്ടിയല്ലേ? അതാണ് പറഞ്ഞത്. ഇതിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത്. മുച്ചിരി പയ്യ ഉണ്ടായിരുന്നല്ലോ. മുച്ചിരി നാട് മൊത്തം വിളിച്ചേരണ സംഭവം വണ്ടി കാണാൻ എഫൈറ്റ് അടിച്ച്. ഓടാ പാവടാ പാപ്പാ. കണ്ണാപ്പി ഇല്ല കണ്ണാപ്പി കുഴപ്പമില്ല. നിനക്ക് സംഭവം ദോഷം എന്താടാ കണ്ണാപ്പി? സംഭവം നിന്റെ ഒരു ഐഡന്റിറ്റി നീ കൊണ്ടുകിടന്ന ഒരു വണ്ടിയില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലായോ, ഒരു വണ്ടി കാണുമല്ലോ, നമ്മളൊരു ഫേവറേറ്റ് വണ്ടി. അത് നമുക്ക് കിട്ടുമ്പോൾ സന്തോഷം നമുക്കല്ലേ എത്രയായാലും അറിയാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അത് പക്ഷെ നീ ഇത് ഓവർ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാരും വരണേന്നുള്ള മാത്രം എല്ലാരും വിളിച്ചെണ്ണ ഒരു പരിപാടി ഈവന്റ് നടത്തുമ്പോ ഞാൻ എല്ലാരും വിളിക്കുന്നത് മോശമാണ്. കുഴപ്പമില്ല കണ്ണാപ്പി കുഴപ്പമില്ല. പക്ഷെ നീ നിന്റെ സന്തോഷത്തിന് എല്ലാരും വിളിച്ചതല്ലേ? കുഴപ്പമില്ല. ഓ അതാണ് എന്റെ സന്തോഷത്തിന് എല്ലാരും വിളിച്ചാണ്. കുഴപ്പമില്ല കണ്ണാപ്പി എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആണോന്നില്ലേ? സത്യമാണ്. കണ്ണൊന്നുമില്ലടാ. കണ്ണ് നിർത്താൻ പറ്റും. കണ്ണെനിക്ക് കാണിച്ചോടാ. കണ്ണനങ്ങുന്നുണ്ടല്ലോ. ഇല്ല നമ്മക്ക് മറ്റേ കണ്ണ് ഇതില്ല, സീറ്റാ. കണ്ണനങ്ങുന്നുണ്ട്. ഇല്ല എനിക്ക് എനിക്കുണ്ട്. കണ്ണനങ്ങുന്നുണ്ടാ കണ്ണാപ്പി? അയ്യോ ക്വാളിറ്റി എന്തോ സീൻ വന്നു വേണ്ട. ഇത് ലിവറി ക്വാളിറ്റി, ഇത് ക്വാളിറ്റി കുറവാ. ഇത് നല്ല ക്വാളിറ്റി കുറവാ. നമ്മുടെ ഗ്യാങ് വണ്ടി ഒരിക്കൽ ഇതല്ലേ? അതാണൊക്കെ കുഴപ്പമില്ല. എല്ലാം അതാണ് പറഞ്ഞത്, എല്ലാം ശരിയാവില്ലോടാ. എല്ലാം ശരിയാവില്ല. റൗണ്ട് ഓടിച്ചിട്ട് വാ കണ്ണാപ്പി കയറാം. ലൈറ്റ് എത്തുന്ന
ഇല്ലല്ല ഇത് ഓഫായി പോയതാണ് എടുക്കട്ടെ ഇതാടാ വണ്ടി വാസം ഉണ്ടാണോ അല്ല ഇത് ഇറ്റാച്ചിയാണ്. ഇറ്റാച്ചി എന്താണ് ആ ഷർട്ട് എന്ന് പറഞ്ഞ എന്താണ് ഇല്ലട്ടാ ഇല്ലട്ടാ ഇത് വണ്ടി ഓണാവുന്നിട്ടാ അണ്ണാ ഒന്നോളാം റിപ്പയർ ചെയ്തിട്ട് ഫെയിൽ ആവുന്നു ഞാൻ തിരിയാ അല്ല രണ്ടാമത്തെ റെഡി. ഓടാത്ത വണ്ടിയാണോ ഇത് അണ്ണാ ജി ഒന്നുകൂടെ ജീവിക്കാ മതി. ഹലോ ഓക്കെ പോരെ എന്താ റീസ്റ്റാർട്ട് എന്തിനിപ്പം അതറിഞ്ഞോടന്നാ എങ്ങനെയാണ് പ്രണാബി ഒരു കുഴപ്പമില്ല അടിപൊളി ഉണ്ട് സത്യം പറയല്ലേ അത്ര എടാ എല്ലാരും നമ്മളെ കളിയാക്കാനായിട്ട് മനസ്സിലായി ഒരു കാരണം നോക്കി കിടക്കട്ടാ ഒരു ഒരുത്തൻ പോയിട്ടോ അത് ഒരുത്തൻ പോയി അവൻ ഇല്ല വീഡിയോ ജീവിതത്തെ ഒരാളെ വിളിക്കണ ഞാൻ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ എന്റെ സന്തോഷം. എടാ എന്നെ വിളിച്ചാ ഞാൻ വരും അണ്ണനെ വിളിക്കണം അണ്ണന് ഞാൻ മാത്രം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ വരുമെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ ഇല്ലെന്നൊക്കെ പറയാം ഒരു ശരി എത്ര ഉള്ളു നമ്മള് വന്നിട്ട് പിന്നെ ഇങ്ങനെ മോശം അഭിപ്രായം പറയുമ്പോ നിനക്ക് വിഷമമെന്ന് ഉറപ്പായിട്ട് ഓ അണ്ണ വന്നിട്ട് വണ്ടി ലോഞ്ചിന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ഏന്ന് പറയാനിരിക്കുമ്പോഴത്തേക്ക് വേളിന്ന് അയ്യേ ഇതായിരുന്ന വണ്ടി മറ്റേ ഇതായിരുന്നാണ് എല്ലാരും എന്നുവെച്ചാ ഒരു ചെറിയ കാരണം കിട്ടായിരിക്കും എല്ലാരും എന്നെ കളിയാക്കാനായിട്ട്. എനിക്കെന്നാ ഭയങ്കര ഫീൽ ആയണ്ണ അത് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായത്. മന്ദാരമൊക്കെ ആണെങ്കിൽ മറ്റേ കണ്ടി എറിയുന്ന നടക്കായിരുന്നു അവന്റെ വർത്താനമൊക്കെ. ഒരു വണ്ടി ഉണ്ടാ മരുന്ന് വിളിച്ചോളൂ രണ്ട് പറയട്ടോ മരുന്നൊക്കെ ഇപ്പൊ പുച്ഛല്ലേ ഓ പുച്ഛണ്ണ ഒരു വിളിക്കട്ടെ അവനെ വിളിക്കട്ടെ അവന് ഡേയ് മന്ദാരം നീ എവിടെ മുതുകിൽ എവിടെ മുതുകിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും അവിടെ രണ്ടു വട്ടം അവരെ കൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ പിങ് എടാ എക്സാക്ട് ലൊക്കേഷൻ പിങ് ചെയ്യ് വണ്ടി സ്ട്രോങ് ആണ് കേട്ടാ നാബി അങ്ങനെ പോകും കേട്ടാ സർവീസിന് മാറ്റി കേട്ടാ വരി വണ്ടി വണ്ടി ഇടിച്ച മാരൊക്കെ തുറച്ചോട് ഉടനെ മാരെ അതിന്റെ പേരെടുത്ത് മാറ്റുമെന്ന് ഡൗട്ടുണ്ട്. സർവർ സ്റ്റാർട്ടിൽ പോവോ ഈ വണ്ടി പെട്ടെന്നൊരു സർവർ സ്റ്റാർട്ട് ഒന്ന് എടാ എവിടെയാടാ മന്ദാര നീ ലിവറി മാത്രം മാറ്റുമായിരിക്കണ. ആര് നീ കരയാതെ കരയാതെ അവൾ അങ്ങോട്ട് പോയപ്പോ ബൈക്കിൽ പോയില്ലേ അപ്പൊ നീ ബൈക്കിൽ പോയപ്പോ ചത്തതാടാ ബൈക്കിൽ പോയപ്പോ തെറിച്ചു പോയ പനാണ് അത് കണ്ടില്ലടാ കണ്ടോട്ട് അടിച്ചല്ലേ നീ തെറിച്ചു പോയി എന്റെ പിന്നെ സോറി പറയാൻ പറ്റില്ല. എടാ മതാര നീ ഒന്നാണ് ഈ വണ്ടിക്ക് എന്തിനാണ് കുഴപ്പം ഈ വണ്ടിക്ക് എന്തിനാണ് കുഴപ്പം വണ്ടിക്ക് എന്തേ കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞ പിന്നെ നീ എന്തിനാണോ പിന്നെ നീ എന്തിനാ ഇവിടെ കളിയാക്കേണ്ട ആവശ്യം എന്തിനാണ് സിറ്റി റീസ്റ്റാർട്ട് ആയപ്പോ തൊട്ട് ഇവൻ തുടങ്ങിയത് വണ്ടി ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞ നാട്ടുകാരെ മൊത്തം വിളിച്ച് 2.5 മണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് ഈ വണ്ടി ഇറക്കിയത് നാട്ടുകാര് മൊത്തം തുപ്പിയിട്ട് വരണം. അമ്മാതിരി ഹൈപ്പായിരുന്നു. ഒടിയൻ സിനിമ ഇറങ്ങുന്ന ഹൈപ്പായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ നടന്ന് അവന്റെ ഒരു സങ്കല്പം കാണുമല്ലോടാ എല്ലാരും അവന്റെ വണ്ടി വിഷയം എന്ന് പറയുന്നൊരു സങ്കല്പത്തിലായിരിക്കുമല്ലോടാ അവൻ ഇത്രയും കാര്യത്തിന് വിളിച്ചത്. നാട്ടുകാരെ സത്യം പറഞ്ഞ വണ്ടിയുടെ കുഴപ്പമായിട്ടല്ല അവനായോണ്ടുള്ള കുഴപ്പം മനസ്സിലായി അവർക്ക് അത് അവരായിട്ടാണ് മനസ്സിലായി. ഈ സമയത്ത് ഇപ്പൊ ഈ വണ്ടി വേറെ ആരെങ്കിലും ഇറക്കിയതെങ്കിൽ എല്ലാരും നല്ലതോ മനസ്സിലായില്ലേ. അവനായോണ്ട് എല്ലാവരും കളിയാക്കാന്നൊരു തോട്ടായോണ്ട് എല്ലാരും അങ്ങനെ കളിയാക്കിയാ കിട്ടിയ അവസരത്തിൽ. നീ എന്താണ് റേഡിയോ പറഞ്ഞത് ഫസ്റ്റ്? ഞാനത് ചുമ്മാ അവന് ഇതാക്കാൻ പറഞ്ഞാണ്. ഞാൻ കണ്ട അതാണ് പറഞ്ഞത് എല്ലാരും ചുമ്മാ ഇതാക്കാൻ പറഞ്ഞേ. യഥാർത്ഥത്തിൽ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അവൻ പാവടാ ഒരു ഫീൽ ആയെന്ന് തോന്നിച്ചിരി അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു വണ്ടി ഇല്ലടാ മന്ത്രി എനിക്കെന്ത് വിഷമാവാൻ. ഞാൻ ഈ കുണ്ണകള് പറയുന്നൊന്നും മൈൻഡ് ചെയ്യാറില്ല.
ഒരുത്തന്റെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മള് അതിനെ കളിയാക്കിക്കൊണ്ട് എന്നെ കളിയാക്കി ചന്ദ്ര, ഞാനൊന്നല്ല അണ്ണാ ചന്ദ്രയുടെ അങ്ങേരാണ് എന്നെ കളിയാക്കിയത്. ഞാൻ ലൈവ് ഇട്ടതും കേറിയതേ ഉള്ളൂ. കേറിയതും സിറ്റി കത്തി ഇപ്പൊ കണ്ണാപ്പി ഞാൻ ചുമ്മാ പറഞ്ഞാട്ടാടാ. എനിക്ക് അതൊന്നൊരു വിഷയമില്ലടാ ഇറ്റാച്ചി, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലടാ, എനിക്കതൊരു വിഷയമില്ലടാ. യഥാർത്ഥത്തിൽ ഫീലാടാ കണ്ണാപ്പി വണ്ടി ഓ കൊള്ളൂല. ഇല്ലണ്ണ നമ്മളെ ഈ ലോഞ്ച് ചെയ്ത സമയത്താണ് എല്ലാരും ഒരുമാതിരി പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് ഒരുമാതിരി എത്ര ഉള്ളു. അത് കഴിഞ്ഞിട്ട് ആരാണ് പറഞ്ഞത്? സിറ്റിയിലെ ആരേലും? സിറ്റിയിലെ ഇനി സിറ്റിയിലെ എല്ലാരും ഒരുത്തരും ഞാൻ സമാധാനം കൊടുക്കൂലണ്ണാ. ഞാൻ ഞാൻ എല്ലാ ഗ്യാങ്കാരും വിളിച്ചു അയപ്പൊന്നും കൊടുത്തില്ലണ്ണ. ഇത് കിടില വണ്ടിയാ, ഇത് വിഷയാന്ന് പറഞ്ഞ. ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഓടി നടന്ന് നാട്ടുകാരെ മൊത്തം വിളിക്കുന്നത് ഇന്ന് വണ്ടി ലോഞ്ച്. അപ്പൊ ഞാൻ കണ്ണാപ്പി വരുമ്പോ വല്ല ഊമ്പിയ വണ്ടി വരല്ല ലോഞ്ച് ചെയ്താൽ കണ്ണാപ്പി കുളം മാറും. ഇത്ര ഹൈപ്പ് ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടണമെങ്കിൽ എന്തേലും വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേലും ഉണ്ടാന്ന ഇങ്ങനെയല്ല പറഞ്ഞ ഡയലോഗ്. ചന്ദ്രു ഉണ്ടാന്ന ആചാന ഭാഗ സാധനം ഞാൻ ഇറക്കി വെക്കും. എടാ നീ എന്നാ അങ്ങനെ പറയണം. ചന്ദ്രു കുഴപ്പമില്ലാത്തൊരു ഒരു അത്യാവശ്യം കിട്ടില്ല വണ്ടിയെന്ന്. സിറ്റിയിൽ ഇതുവരെ ആരും കാണാത്ത ഒരുത്തനും വാങ്ങിക്കാൻ പറ്റാത്തൊരു വണ്ടിയെന്ന്. ആർക്കും കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അത് പോട്ടെ 2 മണിക്കൂർ നമ്മൾ ഇരുത്തിച്ച നിന്റെ വണ്ടി. അത് ചന്ദ്രന്റെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെ പറയുള്ളൂ. ബാക്കിയുള്ള എല്ലാരും ഇൻവൈറ്റ് ചെയ്തുള്ളൂ. എന്റെ ഒരു വണ്ടി ലോഞ്ച് ഉണ്ട്, എല്ലാരും പറഞ്ഞോന്ന്. എന്നിട്ട് ഈ വണ്ടി വരുന്നതിന് മുമ്പേ ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോ ബാക്കിയുള്ള എല്ലാം ചന്ദ്രന്റെ കൂടെ ഒന്ന് പിടിക്കുക. ഈ മന്ദാരം ഉണ്ടല്ലോ ആ കുണ്ണ, ഈ കുണ്ണാണ് ആദ്യം പറഞ്ഞത് അയ്യോ തീട്ടക്കണ്ടി വന്നെന്ന്. എന്റെ പിയോണ്ട് ഞാനൊന്നും വർത്തുന്നില്ല. കണ്ടത് വാക്കിന് അങ്ങനെ തിരിച്ചു വരണം. കാറ് കണ്ട വാക്കിന് തിരിച്ചു വണ്ടി ആകാശത്ത് പൊട്ടി വീഴും. അപ്പൊ തന്നെ ഞാൻ മിണ്ടാന്നിട്ട് ഞാൻ ബസ് ഇറക്കുന്നത് പതരെടുത്ത പറ വണ്ടി എന്തിനു പറയാനുണ്ടാ ഇപ്പൊ? അണ്ണ പോട്ട് അണ്ണ എല്ലാം പോട്ട് അണ്ണ എല്ലാം പോട്ട്. നമ്മള് നെഗറ്റീവ് അടിച്ച ആ തമ്പിയേട്ടൻ വന്നു, ഇവന്റെ കൂടെയുള്ള തമ്പിയേട്ടല്ലേ അങ്ങനെ വിളിച്ചു ചേച്ചി. അപ്പൊ അങ്ങനെ പറഞ്ഞെന്താ ഇവനോട് കണ്ണപ്പിടേക്ക് അങ്ങനെ എന്തിനാ പറഞ്ഞത്? ഇത് വണ്ടിയാണ് വണ്ടി. എടാ എങ്ങനെയൊക്കെ പറഞ്ഞേ ബാക്കിയുള്ളവരെ എനിക്കങ്ങ് മേടിച്ചതല്ല അന്ത്രു. എല്ലാത്തിന്റെ വായിരിക്കുന്നത് ഞാൻ കേട്ടു. കണ്ണാപ്പേരായിട്ട് നമ്മള് SRK ഡൂപ്പ് വരെ ഇറക്കി നാട്ടുകാർ ഒച്ചപ്പാടാക്കിട്ട് അറിയാ. 2 മണിക്കൂർ അണ്ണ 2 മണിക്കൂർ പലേട്ടോ അന്നേരം നമ്മളെ ആൾക്കാരെ, അതായത് ഇവന്റെ പരിപാടി പറഞ്ഞ ആൾക്കാർ ഇത്ര ആൾക്കാർ വന്നിരിക്കല്ലേ. ഇവര് എന്താണ് ഇത് എപ്പോ ലോഞ്ച് നടക്കും, ഇത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ ചോദിച്ചോണ്ടിരിക്കും അങ്ങ്. അപ്പൊ നമ്മളാണ് പറയണ്ടേ ഇതിന്റെ, മനസ്സിലായില്ലേ? ചോദ്യം നിങ്ങളുണ്ടായല്ലേ? അവസാനം SRK ഡൂപ്പ് വരെ ഇറക്കി നമ്മള്. SRK കണ്ണാപ്പി ഡ്രസ്സൊക്കെ ഇട്ട് ഇറക്കി. അപ്പത്തേക്കും വന്നു എന്തിനു പറയാൻ. നാട്ടുകാർ വിളിച്ചിട്ട് കാര്യം എന്താ ഇപ്പഴും ആദ്യമായിട്ടുള്ള ഒരു വണ്ടി ആദ്യമായിട്ടുള്ള എത്ര നാൾക്ക് ശേഷമാണ് ഒരു പ്രീമിയത്തിന്റെ ഒരു കസ്റ്റം വണ്ടിയായിട്ട് ഞാൻ ഇറക്കുന്നത്. അതൊരു വണ്ടി പണിയാ. നീ നാട്ടിൽ നമ്മൾ നല്ല സൗഹൃദ ബന്ധത്തിലാണ് പോണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ നാട്ടുകാരുടെ അത്ര ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആൾക്ക് നീ സീനില്ല. പക്ഷെ ഞാൻ അവിടെ കളിയാക്കി എല്ലാ അണത്തിനും നോട്ടി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ അണത്തിനും ഇതിന് പേഴ്സണലാണ്. സമാധാനം കൊടുക്കൂല. അവിടെ കിടന്ന് കൂയമാർക്കൊന്നും ഞാൻ സിറ്റിയില് ഈ വണ്ടി വെച്ച് ഞാൻ പറയാൻ ഇതാക്കും. നീ വന്നില്ലല്ലോടാ.